അത് കറക്റ്റാണ്. ബി.ജെ.പിക്ക് എൻ ഡി എക്കും ഒരു വലിയ സന്തോഷകരമായ ദിവസമാണ്. ഞാൻ കാണുന്നത് തിരുവനന്തപുരത്തിനും ഒരു നല്ല സന്തോഷകരമായ ദിവസമാണ്. ഇതുവരെ 45 കൊല്ലം നമുക്കെല്ലാവർക്കും അറിയാം എന്ത് നടന്നു ഇവിടെ. അതെല്ലാം മാറ്റണം എന്നാണ് ഞങ്ങളുടെ ഒരു വാഗ്ദാനം, മാറ്റുമെന്നാണ് ഞങ്ങളുടെ വാഗ്ദാനം. അതിനുവേണ്ടി ഇന്ന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് മുതൽ ഞങ്ങളുടെ ഈ വർക്ക് തുടങ്ങും. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം 365 ദിവസം 24 മണിക്കൂർ പ്രവർത്തിക്കാൻ നമ്മളുടെ കൗൺസിലർമാർ ഇറങ്ങും. നമ്മൾ തിരുവനന്തപുരത്തിനെ ഒരു വികസിത തിരുവനന്തപുരം ആക്കി മാറ്റണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരും ലക്ഷ്യം, ആഗ്രഹം. അതിനുവേണ്ടി ഇന്ന് മുതൽ ആ പ്രവർത്തനം, ആ അധ്വാനം തുടങ്ങും. എല്ലാം നോക്കൂ, ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ട് പൊളിറ്റിക്കൽ ഇലക്ഷനാണ്. അതിൽ ജനങ്ങളും അതിൻ്റെ കാൻഡിഡേറ്റ്സും സ്ഥാനാർത്ഥി ഒരു പേഴ്സണാലിറ്റീൻ്റെ ഒരു 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 ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ഒരു പൊളിറ്റിക്കൽ ഇലക്ഷൻ ആയിരിക്കും. വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ഞങ്ങൾ ആദ്യം തന്നെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ജനങ്ങൾക്കൊരു മാറ്റം വേണം, ജനങ്ങൾക്കൊരു വികസനം വേണം, ഒരു വികസിത കേരളം അവരുടെ അവകാശമാണെന്ന് അവർ കാണുന്നു. അതിനുവേണ്ടി ഞങ്ങൾ നന്നായി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. ഞങ്ങളുടെ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കും. ഇനി റിസൾട്ട് ജനങ്ങൾ തീരുമാനിക്കല്ലോ. ഇത് തിരുവനന്തപുരം ഇലക്ഷനെ കുറിച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഇതല്ലേ, ഞങ്ങളുടെ ഒരു കടമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിൽ എല്ലാ ഇലക്ഷനെ ആനലൈസ് ചെയ്യാൻ 2-3 ഒരു ടൈപ്പ് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഞങ്ങൾ കാണുന്നത് അങ്ങനെയല്ല. ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ ഒരു ആയിരക്കണക്കിന് ലോക്കൽ ബോഡി നോക്കുമ്പോൾ ഒരു മെജോറിറ്റി ലോക്കൽ ബോഡിയിൽ BJPൻ്റെ NDAൻ്റെ ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെല്ലാം സൗത്തിലായിരുന്നു, ചില പോക്കറ്റ്സിലായിരുന്നു. BJP NDAൻ്റെ ഒരു രാഷ്ട്രീയ പ്രസൻസ് ഇനി മൊത്തം കേരള സംസ്ഥാനത്തിലെ എല്ലാ സ്ഥലത്തും എല്ലാ ജില്ലയിലും നന്നായി വളർന്നുണ്ട്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ഞങ്ങളുടെ ലക്ഷ്യം 25% വോട്ടായിരുന്നു. അത് കിട്ടിയില്ല, അത് കറക്റ്റാണ്. അതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ എത്ര സ്ഥലത്ത് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ അന്വേഷണം പ്രകാരം CPM-ഉം UDF-ഉം വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അവരുടെ പഴയ തന്ത്രം അവർ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളെ തടയാനും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന മാറ്റം ബ്രേക്ക് ചെയ്ത് വെക്കാനാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അസംബ്ലി ഇലക്ഷൻ അത് നടക്കില്ല. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ പരിശോധിക്കും. 25% ഞങ്ങളുടെ ലക്ഷ്യം. അത് കിട്ടിയില്ല. അത് എന്തുകൊണ്ട് കിട്ടിയില്ല? പക്ഷേ BJP NDA ഈ പോളിറ്റിക്സ് നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട തേർഡ് പോൾ ആണ്, ഒരു മൂന്നാമത്തെ ഓപ്ഷനാണ് എന്ന് ജനങ്ങൾ ഇന്ന് അത് സമ്മതിച്ചു. അത് ജനങ്ങൾ കൃത്യമായി പറഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഞങ്ങളെ ചവിട്ടി വയ്ക്കാനോ ഞങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ CPM-നും കഴിയില്ല, UDF-നും കഴിയില്ല. ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ വികസന മത്സരമായിട്ട് ആ രാഷ്ട്രീയ ഡിസ്കഷനിൽ വികസനം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആവുമെന്ന് എനിക്കൊരു സംശയമില്ല, ജനങ്ങൾക്കൊരു സംശയമില്ല. ആ വിവാദത്തിൻ്റെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരു വികസന രാഷ്ട്രീയമാണ് നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത 3 മാസം എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതിൻ്റെ റിസൾട്ട് ജനങ്ങൾ തീരുമാനിക്കും. അതിനെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. അതൊരു കാഴ്ചപ്പാടാണ്, ഒരു വ്യൂ ആണ്. ജില്ലയും ബ്ലോക്കെല്ലാം നോക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതൊരു 17%, 16.8% വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് 25 അല്ല. ഞങ്ങൾക്ക് 16 ആണോ 17 ആണോ 18 ആണോ അതായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം 25 ആയിരുന്നു. കാരണം ലോക്സഭയിൽ ഞങ്ങൾക്ക് 20% വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. അതിൽ എന്താണ് നമ്മൾ ചെയ്തില്ല, എന്ത് ചെയ്തു, എന്താണ് ചെയ്യാൻ ഇനിയുള്ളത്, അതെല്ലാം നമ്മൾ പരിശോധിക്കും. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ്. പക്ഷേ അതല്ല, BJP NDAൻ്റെ വളർച്ചേൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ BJP NDA നമ്മുടെ നാടിൻ സംസ്ഥാനത്തിൻ്റെ പൊളിറ്റിക്കൽ ഷേപ്പ് ചെയ്യുന്ന ഒരു മുന്നണിയും പാർട്ടിയാണെന്ന് ആർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല. അത് സഖാവന്മാർക്കും ഉണ്ടാവാൻ പാടില്ല, കോൺഗ്രസ്സുകാർക്കും ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾ ഈ അസംബ്ലി ഇലക്ഷൻ കൃത്യമായി ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കും. ജയിക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് അധികാരത്തിൽ വന്ന് ഈ മാറ്റം, ഈ വികസിത കേരളം സൃഷ്ടിക്കാനൊരു അവസരം തരൂ എന്ന് മുമ്പിൽ ഞങ്ങൾ പറയും. അതിനുവേണ്ടി ഞങ്ങൾ കൃത്യമായി കോൺഫിഡൻ്റ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഈ കണക്കോ ഇത് 25 കിട്ടിയില്ല, കിട്ടാൻ പോകുന്നു, എപ്പോഴാണ് കിട്ടാൻ പോകുന്നു, അതെല്ലാം നമ്മൾ അങ്ങനെ നോക്കുന്നില്ല. പക്ഷേ
പാർട്ടി ഏത് ജില്ലയിൽ എത്രമാത്രമായി കാര്യങ്ങൾ ചെയ്തു അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും. അത് ഞങ്ങളുടെ ഒരു രീതിയാണ്, അത് ഞങ്ങൾ ചെയ്യും. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ മിനിസ്റ്റേഴ്സിനെല്ലാം കണ്ടു. 100% PM-നെയും നമ്മുടെ പ്രധാനമന്ത്രിനെയും കണ്ടു, ഹോം മിനിസ്റ്ററിനെയും കണ്ടു. 100% ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ പിന്തുണ ഉണ്ടാവും. വികസിത തിരുവനന്തപുരം, വികസിത കേരളം സൃഷ്ടിക്കാൻ ഞങ്ങളുടെ ലക്ഷ്യത്തിന് 100% പിന്തുണ ഉണ്ടാവുമെന്ന് അവർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒരു സംശയമില്ല. ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുക. അടുത്ത ഞാൻ പറഞ്ഞ പോലെ 5 കൊല്ലം ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരം തന്നു ജനങ്ങൾ. ഞങ്ങൾ മാറ്റും. ഇവിടെ വികസനം കൊണ്ടുവരും. മാലിന്യമാണോ തെരുവുനായ ശല്യമാണോ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. വേസ്റ്റ് മാനേജ്മെന്റ് മോഡൽ എന്തായിരിക്കും? അതൊരു വേസ്റ്റ് മാനേജ്മെന്റ് പേടിക്കണ്ട, 5 കൊല്ലമുണ്ട്. ഇനി അടുത്ത 45 ദിവസം ഇതിനെല്ലാം കൃത്യമായ ഞങ്ങളുടെ സൊല്യൂഷനും ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, എങ്ങനെ ചെയ്യാൻ പോകുന്നു, ആരെ പിന്തുണ കൊണ്ട് ചെയ്യാൻ പോകുന്നു, ഇതെല്ലാം ഞങ്ങൾ ജനങ്ങൾ മുമ്പിൽ വെച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നാടിനെയും നഗരത്തിനെയും മുമ്പോട്ട് കൊണ്ടുപോകും. 26-ാം തീയതി നമ്മൾ തീരുമാനിക്കാം. ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള നഗരം. വേസ്റ്റ് മാനേജ്മെന്റ് ഒരുപാട് പ്രശ്നമുണ്ട്, മെട്രോ വരാൻ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ചാലഞ്ചസിന് എങ്ങനെയായിരിക്കും? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അടുത്ത 45 ദിവസം ഈ ടീം ഇരിക്കുന്ന ടീം 101 പേര് നമ്മളെ ടീമും മറ്റവരെല്ലാം ഇരുന്ന് വാർഡ് തലത്ത് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കും. എന്താണ് 5 കൊല്ലം വാർഡിൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നഗരത്തിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ എന്താണ് 5 കൊല്ലം ചെയ്യേണ്ടത്, ആ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി ജനങ്ങൾ മുമ്പിൽ വെച്ച് ജനങ്ങളുടെ ഒപ്പം അവരുടെ അഭിപ്രായം എടുത്ത് ഈ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിന് പ്രഖ്യാപിക്കാനും അതിനെ അനൗൺസ് ചെയ്യാൻ പ്രധാനമന്ത്രിയെ ഞങ്ങൾ വിളിക്കും. അദ്ദേഹം ഇവിടെ വന്ന് അത് പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്.